നമസ്കാരം കുട്ടികളെ, നാം ഇന്നിവിടെ പറയാൻ പോകുന്നത് NAOSന്റെ +2 ക്ലാസ്സിനെ കുറിച്ചാണ്. അത് ഇംഗ്ലീഷ് ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷിന്റെ നമുക്ക് പാസേജ് രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യങ്ങളെല്ലാം വരുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റത്തില്ല. ഒരു പാസേജ് തന്നിട്ട് അതിലുള്ള കുറച്ച് കണ്ടന്റ് ക്വസ്റ്റ്യൻസ് താഴെ കാണും. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ എഴുതേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കറക്റ്റ് ആയിട്ട് ആ പോർഷൻ നന്നായിട്ട് വായിച്ചു പഠിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കുറെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ തിയറി ക്ലാസ്സിലോട്ട് നമുക്ക് നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിലുള്ള ഒരു തിയറി പോർഷനാണ് ചാപ്റ്റർ 7 റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഇതേപോലത്തെ ഒരു തിയറി ക്ലാസ്സിൻ്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഇന്നും അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് തിയറി പോർഷന് വരുന്ന എക്സാമിന് വരുന്ന ഒരു ടോപ്പിക് കൂടെയാണ് ഈ ചാപ്റ്റർ 7 എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത ഞാൻ ആദ്യമേ പറഞ്ഞു. എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ചു നോക്കുക. നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ പാസേജിന് താഴെ വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുക. നമ്മൾ ആദ്യം അതിലുള്ള കണ്ടന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് പോവാം. നോക്കിക്കോ, നമുക്ക് ഫസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ നമുക്ക് ഇതിൽ 2 സെക്ഷൻസ് ആയിട്ട് തന്നെയാണ് ഇതിലും തിരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രെസ്. നമുക്കറിയാം എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടായിരിക്കും അല്ലെ. വിദ്യാർത്ഥികൾക്കാവട്ടെ, ടീച്ചേഴ്സിനാവട്ടെ, പാരന്റ്സിനാവട്ടെ, എല്ലാവർക്കും എന്തുണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ സ്ട്രെസ് നമുക്ക് ഉണ്ടാവുന്നത്, അതെങ്ങനെ നമുക്ക് മറികടക്കാം, അങ്ങനത്തെ ഉള്ള കുറച്ച് പോർഷൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ആൾ നമുക്ക് ഒരു കുട്ടി ഏറ്റവും പ്രധാനമായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നമാണ് എക്സാമിനേഷൻ. അത് നിങ്ങൾക്കറിയാം, എക്സാമിനേഷന് പോകുമ്പോഴത്തേക്കും കുട്ടി എന്ത് ചെയ്യുന്നു, അതുവരെ പഠിച്ച പാഠങ്ങളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, എക്സാമിനേഷന് വരുമ്പോഴത്തേക്ക് എഴുതാനുള്ള മെമ്മറി കപ്പാസിറ്റി ഒക്കെ വേണം. അപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഇരുന്ന് പഠിക്കുന്നുണ്ട്. പഠിച്ചു കഴിയുമ്പോഴത്തെ ആള് എക്സാമിന് പോകുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പോകുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ മനസ്സിൽ എന്താണ്, പലവിധ ചിന്തകൾ ഉണ്ടായിരിക്കും അല്ലെ. ഞാൻ ഇത്ര ചാപ്റ്റർ പഠിച്ചു, അതിലൊന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുമോ, ചിലപ്പോൾ അതിലൊന്ന് എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുമോ, ഞാൻ ഏതെങ്കിലും മറന്നു പോയിരിക്കാവോ, ഇങ്ങനത്തെ പല കാര്യങ്ങൾ കൊണ്ട് ആ കുട്ടിക്ക് എന്തുണ്ട്, ഭയങ്കര സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് മാത്രമല്ല, ആ കുട്ടികളെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ആ ടീച്ചേഴ്സിന് എന്തുണ്ട്, സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്, താൻ പഠിപ്പിച്ച പാഠങ്ങളുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് വരുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, കുട്ടികൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഇതെല്ലാം ടീച്ചേഴ്സിന്റെ ഒരു ടെൻഷനാണ്, സ്ട്രെസ് ആണ്. കുട്ടികൾ എത്ര പേര് വിജയിക്കും, എത്ര എണ്ണം പരാജയപ്പെടും, ഇതൊക്കെ ടീച്ചേഴ്സിന് അതിയായ സ്ട്രെസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇതിനു വേണ്ടി തയ്യാറാക്കി വിടുന്ന പേരൻസിനും ഉള്ളത്. എൻ്റെ മകൻ ഇപ്പോൾ എക്സാമിന് പോയിരിക്കുകയാണ്, അവൻ ജയിക്കുമോ തോക്കുമോ, എത്രത്തോളം മാർക്ക് അവന് സ്കോർ ചെയ്യാൻ പറ്റും, ഇതെല്ലാം എന്താണ്, ഒരു പേരൻസിന്റെ നിലയിൽ ഉണ്ടാവുന്ന കുറച്ച് സ്ട്രെസ്സുകളാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാവേണ്ട പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മുടെ സെക്ഷനിലോട്ട് പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ആ ഒരു പാരഗ്രാഫിൽ പഠിക്കുന്നത് ഇത് തന്നെയാണ്. പേരൻസിന്റെയും കുട്ടികൾക്കും പിന്നെ അതുപോലെ ടീച്ചേഴ്സിനും ഉണ്ടാകുന്ന സ്ട്രെസ്, നമുക്ക് ഇതെല്ലാം എന്ത് രീതിയിൽ മറികടക്കാം. ആദ്യമായിട്ട് നമുക്ക് സ്ട്രെസ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് മെയിനായിട്ടും പല പല കാര്യങ്ങൾ കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നതിന് മെയിനായിട്ട് നമുക്ക് ഫുഡിലും ബ്രെയിനിൽ നമുക്ക് എന്തുണ്ട്, ഒരു പ്രധാന പങ്കുണ്ട്. ഈ ബ്രെയിൻ ചിന്തിക്കുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്താണ്, ആ ഒരു സ്ട്രെസ്സിന്റെ തീവ്രത കൂടുതലാണോ കുറവാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഗുഡ് മെമ്മറി ഡിപ്പെൻഡ്സ് അപ്പോൺ ഗുഡ് ബ്രെയിൻ അല്ലെ. നമുക്കൊരു ബ്രെയിന്, നല്ലൊരു ബ്രെയിന്, ഗുഡ് ബ്രെയിൻ എന്ത് ചെയ്യണം, വളർത്തിക്കൊണ്ടുവരണം. അതിൽ നിന്നാണ് നമുക്ക് നല്ല നല്ല മെമ്മറീസ് ഉണ്ടാവുന്നത്. സ്ട്രെസ് കുറയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ നിന്നാണ് ഫസ്റ്റിലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിനുവേണ്ടി ഒരു ബ്രെയിനെ നമ്മൾ ഗുഡ് ബ്രെയിനാക്കി കൊണ്ടുവരാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് പറയുന്നത്. നമുക്ക് ഏറ്റവും നല്ല പോഷകാഹാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കഴിക്കണം. സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നല്ല പോഷകാഹാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കഴിക്കുക. എന്തൊക്കെ അടങ്ങിയിരിക്കണം മെയിനായിട്ട് അതില്, നമുക്ക് ഗ്ലൂക്കോസ്, കാൽസ്യം, ഫോസ്ഫറസ്, ഇങ്ങനെയുള്ള നല്ല വൈറ്റമിൻ അടങ്ങിയ മിനറൽസും വൈറ്റമിൻസ്, അതേപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസ്, മീറ്റ്സ്, ഇങ്ങനെ കുറച്ച് നല്ല പോഷകാഹാരങ്ങൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുക, നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അത് നമുക്ക് എന്ത് കുറയ്ക്കാൻ സഹായിക്കും, സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പൊ നല്ലൊരു ബ്രെയിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള ഫുഡായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കഴിക്കേണ്ടത്. അത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക. ഒരു സ്റ്റുഡന്റ് നമുക്ക് രാവിലെ എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്ക് രാവിലെയുള്ള ഭക്ഷണം മിസ്സാക്കരുത്. എന്ന് വെച്ചാൽ മിക്ക കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, രാവിലെ ഫുഡ് കഴിക്കാതെ ആയിരിക്കും എന്താണ് നമ്മുടെ സ്കൂളുകളിലോട്ടോ ട്യൂഷനോട്ടോ പോകുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ത്, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്താണ് ഒരിക്കലും കഴിക്കാതിരിക്കരുത്. എന്ത് സാഹചര്യത്തിലായാലും നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഏറ്റവും കൂടുതൽ ബുദ്ധി വികാസം അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് കുറയ്ക്കേണ്ട
പോഷകാഹാരങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് രാവിലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലാണ്. അപ്പോൾ നല്ലൊരു പോഷകാഹാരം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ബ്രെയിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള പോഷകാഹാരങ്ങൾ കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ സ്ട്രെസ് കുറയേണ്ട ഒരു കാര്യം അവിടെ പ്രവർത്തിക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ രണ്ടാമത്തെ കാര്യത്തിലോട്ട് വരിക. പിന്നെ നമുക്ക് എന്താണ്, ഗുഡ് കോൺസെൻട്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇംപ്രൂവ് ദ മെമ്മറി. ഗുഡ് കോൺസെൻട്രേഷൻ എന്ന് പറയാൻ നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നു? നാം എല്ലാവരും പഠിച്ചു, അതിനുശേഷം നമ്മൾ എന്താണ്, നമ്മൾ കുറെ കാണാതെ പഠിക്കുന്ന കൂട്ടത്തിലാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തു, കാണാതെ പഠിച്ചു. നമ്മൾ എക്സാമിനേഷൻ ഹാളിലോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചത് നന്നായിട്ട് എഴുതിക്കൊണ്ട് വരുന്ന സമയത്ത് നമുക്ക് എന്താണ്, പഠിച്ചതിൽ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡ് നമുക്ക് എന്ത് ചെയ്തു, മിസ്സായിപ്പോയി. നമ്മൾ അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു, മൊത്തത്തിൽ ആദ്യം തൊട്ടേ അപ്പൊ നിങ്ങൾക്ക് ഇത്തിരി അയ്യോ ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് ആ ഒരു ഇതിൽ നിന്നാ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആദ്യം പഠിച്ചത് മുതലുള്ള മിക്ക കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മദർ ടങ്, നമ്മൾ ഏത് ഭാഷയാണ് നമുക്ക് അത്രത്തോളം അഭികാമ്യമായിട്ടുള്ളത് ആ ഭാഷയിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇപ്പൊ ഇംഗ്ലീഷാണ് നിങ്ങൾ പഠിക്കുന്നത്, കാണാപ്പാടം ഒരു പാരഗ്രാഫ് പഠിക്കുന്നുണ്ട് വയ്ക്കുക. ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കൽ നിങ്ങളുടെ മലയാള ഭാഷയിൽ, നിങ്ങൾ മലയാളമാണ് ഫ്ലുവൻ്റ് ആയിട്ട്, നിങ്ങളുടെ മദർ ടങ് മലയാളമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതാണ് അഭിപ്രായം എന്ന് തോന്നുന്ന ഭാഷയിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ മനസ്സിലാക്കി മെമ്മറിയിലോട്ട് സൂക്ഷിച്ചു വെക്കുക. നല്ല ഒരു കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. എക്സാമിനേഷൻ ഹാളിൽ പോകുമ്പോൾ ആ ഒരു വേർഡ് മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അതിനെ റിക്കവർ ചെയ്ത് അത് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലാക്കി ഓടിയെത്താനും എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതാനും മനസ്സിലാക്കുക. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നല്ല വായു സഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ ഇരുന്ന് പഠിക്കുക. വെന്റിലേഷൻ നല്ലപോലെ കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ മനസ്സിനെ റിലാക്സ് ആക്കാൻ സഹായിക്കും. ഓക്കെ, അടുത്ത നമുക്ക് പറയാൻ പോകുന്നത് സെൽഫ് ഡിസിപ്ലിൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ. എങ്ങനെയാണ് നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുപോകുക? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, അല്ലെ എന്ത് കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്തുകൂടാ, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു മുൻവിധി കാണണം. എല്ലാം വേറൊരാൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ താരതമ്യം ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വേറൊരാളിനെ കണ്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് അറിയണം എന്താണ് ശരി, എന്താണ് തെറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാവോ. അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ നിങ്ങളുടേതായ മനസ്സ് ഡെവലപ്പ് ആവുകയും നിങ്ങൾക്ക് ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവുകയും ചെയ്യും. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക. ഇത് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്യുക? നമുക്കറിയാം, നമുക്ക് ഒത്തിരി സമയമുണ്ട്. നമുക്ക് രണ്ടായിട്ട് സമയത്തെ തിരിക്കാം, ഫിൽഡ് ടൈം ആൻഡ് അൺഫിൽഡ് ടൈം. എന്താണ് ഫിൽഡ് ടൈം ആൻഡ് അൺഫിൽഡ് ടൈം? എന്താണ് ഫിൽഡ് ടൈം? നമ്മൾ ഫിൽഡ് ടൈം എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ദിവസം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് കുളിക്കാനുണ്ട്, ബാത്തിങ്, ഈറ്റിംഗ്, ബ്രഷ്, ഇങ്ങനെ നമ്മുടെ റൊട്ടീൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുന്നു? ഫിൽഡ് ടൈമിലുണ്ടാവും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ റൊട്ടീൻ, സ്ലീപ്പിംഗ്, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 10 മണിക്കൂറിൽ കൂടുതൽ എന്തുണ്ടാവും? അൺഫിൽഡ് ടൈം ഉണ്ടാവും അല്ലെ. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഫിൽഡ് ടൈമിൽ വരുന്ന കാര്യങ്ങൾ പോയിട്ട് നമുക്കൊരു 10 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് എന്തുണ്ടാവും? സമയം ഉണ്ടാവും. ഈ സമയത്തെ ആരാണോ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത് ആ വ്യക്തി എന്തായിരിക്കും? നല്ല നിലയിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര തരത്തിലുള്ള ടൈം ഉണ്ട്? ഫിൽഡ് ടൈം ആൻഡ് അൺഫിൽഡ് ടൈം എന്ന് പറയുന്നത്. ഫിൽഡ് ടൈം എന്ന് വെച്ചാൽ എന്താണ്? സ്ലീപ്പിംഗ്, ബാത്തിങ്, ഈറ്റിംഗ്, ഇതെല്ലാം എന്താണ്? ഫിൽഡ് ടൈമിലോട്ട് വരുന്നുണ്ട്. പിന്നെ അൺഫിൽഡ് ടൈം എന്ന് വെച്ചാൽ എന്താണ്? ബാക്കി വരുന്ന, നമ്മൾ പഠിക്കാൻ കണ്ടെത്തുന്ന സമയം നമ്മുടെ സമയമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ സമയം കണ്ടെത്തുന്നുണ്ട്, അത് ചെയ്യാനുണ്ട്. അപ്പൊ ഈ സമയങ്ങളെല്ലാം എന്തിന് വരുന്നു? അൺഫിൽഡ് ടൈമിൽ വരുന്നു. ഈ അൺഫിൽഡ് ടൈം എത്രത്തോളം ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുവോ അത്രത്തോളം ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് നല്ല നിലയിലോട്ട് എത്താനും സാധിക്കും. അങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറങ്ങുന്നതിന് പ്രധാനമായിട്ട് ഒരു പങ്ക് വഹിക്കാൻ പറ്റും. കാരണം നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്രയെല്ലാം ടൈം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് കറക്റ്റ് ടൈമിൽ കിടന്ന് ഉറങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം? കൂടിയത് ഒരു 7-8 മണിക്കൂർ നമുക്ക് ഉറങ്ങാനുള്ള സമയം കിട്ടും അല്ലെ. ഈ 7-8 മണിക്കൂർ ഒരു വ്യക്തി ഉറങ്ങണം എന്നാണ് പറയുന്നത്. അത് മനുഷ്യന്റെ ശരീരവും പിന്നെ അവയവങ്ങളുടേതും ഫിസിക്കലായിട്ടും മെന്റലായിട്ടുള്ള സ്ട്രെസ് കുറയ്ക്കും. ഉറക്കത്തിലൂടെ മെയിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെസ് കുറയ്ക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ 7-8 മണിക്കൂർ കറക്റ്റായിട്ട് ഉറങ്ങേണ്ടതായിട്ട് വരും. അത് എന്തായാലും കറക്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഉറങ്ങുക. അത് ആ ടൈമും കൂടെ നമ്മൾ എന്തിനോട്ടാണ് എടുക്കുന്നത്? സ്ലീപ്പിംഗ് ടൈം
ഫിൽഡ് ടൈമിലോട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഉറങ്ങിയ കിട്ടുന്ന ആ സമയം നമ്മൾ നല്ലപോലെ ഉറങ്ങുക. അതിനുശേഷം വരുന്ന സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഫിൽഡ് അല്ലാത്ത സമയം, അൺഫിൽഡ് ടൈം നമ്മൾ എന്ത് ചെയ്യുക, ഫുൾഫിൽ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. എങ്കിൽ നമുക്ക് എന്തായിട്ട് ലാസ്റ്റ് നമുക്ക് പോസിറ്റീവ് റിസൾട്ടിലോട്ട് കിട്ടും. എന്ന് വെച്ചാൽ സ്ട്രെസ് ഒക്കെ കുറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അത് നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് ടൈം അതൊന്ന് കറക്റ്റായിട്ട് മാനേജ് ആയി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോഴത്തേക്ക് നമുക്ക് എന്തായിരിക്കും, നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് മസ്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. ഒരു കുട്ടി മിക്കവാറും ഈ സ്ട്രെസ് വരുമ്പോഴത്തേക്ക് ഒരു പകർച്ചവ്യാധിയെ പോലെയാണ് അല്ലെ. ഒരു സ്റ്റുഡന്റ് ഇപ്പോ പഠിച്ചു, ഈ സ്റ്റുഡന്റ് പഠിച്ചിട്ട് പറഞ്ഞ എടാ ഞാൻ ഇത്രേ പഠിച്ചുള്ളൂ, എനിക്ക് ഭയങ്കര ടെൻഷൻ, ഇത് വരുമോ എന്ന് അവന്റെ ഫ്രണ്ടിനോട് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്ത് കൂടും, ആ കുട്ടിക്കും ടെൻഷനും സ്ട്രെസ്സും കൂടെ. അയ്യോ ശരിയാ, ഞാനും പഠിച്ചത് ഇത്രയല്ലേ ഉള്ളൂ, എനിക്ക് ഇത്രയല്ലേ അറിയത്തുള്ളൂ, അപ്പൊ ഞാനും ഇതല്ലേ. ആ കുട്ടി ഈ ഇരിക്കുന്ന ഒരാളുടെ ആ ഒരു ഉത്കണ്ഠ ബാക്കി എല്ലാ ഫ്രണ്ട്സിലോട്ട് എന്താവും, കൺവേർട്ട് ചെയ്യും. അപ്പൊ അത്രയും കുട്ടികൾ എന്ത് ചെയ്യുന്നു, അതേ സ്ട്രെസ് എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പേരൻസിന്റെ ഭാഗത്തുനിന്ന് അല്ലെ. അയ്യോ എന്റെ ബന്ധുവിന് ഇത്ര മാർക്ക് കിട്ടി, എന്റെ മകനും പോകുന്നുണ്ട് എക്സാമിന്, അവന് നല്ല മാർക്ക് കിട്ടും, അവൻ എന്തോന്ന് കോഴ്സ് എടുത്ത് പഠിക്കും നെക്സ്റ്റ്. ഇതൊക്കെ ആയിരിക്കും പേരൻസിന്റെ അതിലുള്ള. ഒരു പേരന്റിൽ നിന്ന് മറ്റൊരു പേരന്റിലേക്ക് എന്ത് ചെയ്യും, അത് പടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അയാൾ പറഞ്ഞു എന്റെ മോൻ ഇത്ര പെർസെന്റേജ് കിട്ടിയിട്ടാണ് ഇത്ര ഈ കോഴ്സ് എടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ വ്യാധിയെ പോലെയാണ് എന്താണ്, ആങ്സൈറ്റി, ഉത്കണ്ഠ, സ്ട്രെസ്, ഇതെല്ലാം വന്ന് വീഴുന്ന എന്താണ്, പകർച്ചവ്യാധിയെ പോലെയാണ്. ഒരു സ്റ്റുഡന്റിൽ നിന്ന് സ്റ്റുഡന്റിലേക്ക്, പിന്നെ അതേപോലെ പാരന്റിൽ നിന്ന് പാരന്റിലേക്ക് അവരുടെ നല്ലൊരു കോൺവെർസേഷൻ ഇല്ലായ്മ, ഇതെല്ലാം എന്തായി മാറിക്കൊണ്ടിരിക്കുന്നു, സ്ട്രെസ് രൂപത്തെ എല്ലാവരുടെ മാനസിക പിരിമുറുക്കത്തിന് കാരണമായി കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലോട്ട് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഫസ്റ്റ് സെക്ഷനിൽ എന്താണ് ഇമ്പോർട്ടൻസ് പോയിന്റ്സ് എന്ന് പറയുന്നത്, നമ്മുടെ സ്ട്രെസ് മീൻസ് ആൻസൈറ്റി നമുക്ക് എങ്ങനെ കുറയ്ക്കും, ഉത്കണ്ഠ രൂപം ഉണ്ടാവുന്ന സ്ട്രെസ്, അതിനെ നമുക്ക് ഒരു പരിധി വരെ എങ്ങനെ തടയാമെന്നതും നമുക്ക് ഇതിൽ പഠിക്കുന്നുണ്ട്. ഇതിലെന്താണ്, ഗുഡ് മെമ്മറി ഡിപ്പെൻഡ്സ് അപ്പോൺ എ ഗുഡ് ബ്രെയിൻ. അറിയാലോ, ബ്രെയിനിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകഘടകങ്ങൾ ഏതൊക്കെയാണ്, ഗ്ലൂക്കോസ്, കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, ഇതെല്ലാം എന്താണ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ വെജിറ്റബിൾസ് ആവശ്യമാണ്. അതിനുള്ള പോഷകാഹാരങ്ങൾ അടങ്ങിയ ആഹാര സാധനങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കഴിക്കുക. നല്ലൊരു ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അടുത്ത, ഡു നോട്ട് ഫർഗെറ്റ് ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ ബ്രെയിൻ ഫുഡ്. നോക്കിയോ, ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് അവോയ്ഡ് ചെയ്യരുത്, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുത്, അത് കഴിക്കുക മസ്റ്റായിട്ട്. അതാണ് അടുത്ത് വരുന്നത്. ഗുഡ് കോൺസെൻട്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇംപ്രൂവ് ദ മെമ്മറി. ഗുഡ് കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഗുഡ് കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നല്ല വായുസഞ്ചാരമുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു നല്ലൊരു ഏരിയയിലിരുന്ന് നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാവും എന്നുള്ള ഒരു പ്ലേസിലിരുന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. പഠിക്കുന്ന സമയത്ത് കാണാൻ പാഠം പഠിക്കുന്നതിലുപരി നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാനും കൂടെ ശ്രമിക്കുക. എന്നാൽ മാത്രം നമുക്ക് എക്സാമിന് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതൊരു പോയിന്റ് ആണ്. നെക്സ്റ്റ്, സെൽഫ് ഡിസിപ്ലിൻ. അത് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ സ്വന്തമേ ഉണ്ടാക്കിയത്, സ്വയം വരേണ്ട ഒരു സംഭവമാണ് എന്താണ്, സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ പാലിക്കുക. നെക്സ്റ്റ്, ടൈം മാനേജ്മെന്റ്. ആ ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ശരിയാവത്തുള്ളൂ. അതിന് രണ്ട് തരത്തിൽ നമുക്ക് ടൈം മാനേജ്മെന്റ് കറക്റ്റ് ചെയ്യാം. ഫിൽഡ് ടൈം ആൻഡ് അൺഫിൽഡ് ടൈം. ഫിൽഡ് ടൈം എന്ന് വെച്ചാൽ എന്താണ്, പറയും ഈറ്റിങ്സ്, ബാത്തിങ്, സ്ലീപ്പിംഗ്, ഇതെല്ലാം നമ്മുടെ റെഗുലർ ആയിട്ട് നമ്മുടെ നടക്കുന്ന റൊട്ടീൻസ് ആണ് എന്തോന്ന്, ഫിൽഡ് ടൈംസ്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കൊരു 10 hours എങ്കിലും എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് ടൈം വരും, അതെല്ലാം അൺഫിൽഡ് ടൈം. ആ സമയം നമുക്ക് കിട്ടുന്ന അൺഫിൽഡ് ടൈമിനെ നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എന്താണ്, നമ്മുടെ ജീവിതത്തിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വിജയിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ 8 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും നെസസറി എന്ത് ചെയ്തിരിക്കണം, ഉറങ്ങിയിരിക്കണം. നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമതകൾക്കും എന്താണ് ശാശ്വത പരിഹാരം എന്നതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, സ്ലീപ്പിംഗ്, ഉറങ്ങുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ്, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും. പിന്നെ ലാസ്റ്റ് ഈ സെക്ഷനിൽ പറയുന്നുണ്ട്, ഇതിൽ നമ്മൾ ഇത്രയ്ക്ക് സ്ട്രെസ് അനുഭവിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഇതിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാനസിക സംഘർഷം കുറയ്ക്കാൻ പറ്റുന്നില്ല, സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ ആരെങ്കിലും ഇങ്ങനെ ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ഓക്കെ, ഈ ഉത്കണ്ഠ കൂടുതലായാൽ ആത്മഹത്യ വരെ ചെയ്യുന്ന പ്രവണതയുള്ള കുട്ടികൾ ഇതിലോട്ട് നയിക്കും. ആത്മഹത്യ ഒരു പ്രവണത ഉണ്ടാക്കുന്നുണ്ട്. കൂടുതലായിട്ട് സ്ട്രെസ്, ഉത്കണ്ഠയൊക്കെ ഉണ്ടായി എന്ത് ചെയ്യും,
ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സംഭവത്തിലായിട്ട് നയിക്കുക. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ആരെങ്കിലും നമുക്ക് അല്ലെങ്കിൽ അറിവിലോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്, നമുക്ക് ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ് കുറയുന്നില്ല ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ തന്നെ നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ആ ഒരു സെക്ഷനിൽ പഠിച്ചിരുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. അടുത്ത നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ എന്താണ് ഇതിനെ അവോയ്ഡ് ചെയ്യാൻ, സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്യേണ്ടതും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചല്ലോ. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. എന്താണ് ടു ഡു, നമ്മൾ ചെയ്യേണ്ട അവോയ്ഡ് ചെയ്യാൻ സ്ട്രെസ് നമുക്ക് എത്രത്തോളം എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, നമ്മൾ അതിന്റെ സ്ട്രെസ് ഉണ്ടാകുന്ന വഴികളും കുറച്ച് പ്രിവെന്റ് ചെയ്യാനൊക്കെ പഠിച്ചു. എന്നാലും കൂടുതലായിട്ട് എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുക, അതാണ് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ്, അല്ലെ? നമ്മൾ ടൈം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ആ ടൈം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിത സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ടു ഡു ലിസ്റ്റിലോട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു ടൈമിനെ 3 രീതിയിലോട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ABC. നമ്മൾ ഒരു ദിവസത്തെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഇമ്പോർട്ടന്റ് സംഭവങ്ങൾ എന്താണ്? ലിസ്റ്റിലോട്ട് ഉൾപ്പെടുത്തുക. കുറച്ചുകൂടി ലെസ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന സംഭവങ്ങൾ B ലിസ്റ്റിലോട്ട് ഉൾപ്പെടുത്തുക. റൊട്ടീനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക? C ലിസ്റ്റിലോട്ടും ഉൾപ്പെടുത്തുക. നമ്മൾ നോക്കിക്കോളൂ, ഒരു ദിവസം നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ, ഒരാളുടെ ജീവിതത്തിൽ കുറച്ചേറെ കാര്യങ്ങൾ ഒരു ദിവസം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? എന്തായിരിക്കും? ചിലപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകണം, നമ്മുടെ ആരോഗ്യത്തിനുമായിട്ട് നല്ലൊരു എന്തെങ്കിലും ഒരു അസുഖങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോവേണ്ട ദിവസമാണ്, അതേപോലെ തന്നെ എനിക്ക് അടുത്ത് ഹോസ്പിറ്റലിൽ പോയാൽ മാത്രം പോലെ വേറെ ഇപ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കണോ, അങ്ങനെ എന്തെങ്കിലും ഒരു കുറച്ച് അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് എന്തിനു കൊടുക്കും? നമുക്കിന്ന് മസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടിയ കാര്യം എന്താ, നമ്മൾ ആ ഒരു ദിവസം നമുക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ദിവസമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് അത് ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ മാറ്റിവെച്ച്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ മാറ്റിവെച്ച് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ ഇന്നത്തെ സമയത്തിന് ഈ വില കൽപ്പിക്കാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്ക് എന്താണ്, ചിലപ്പോൾ അസുഖം കൂടിയെന്ന് വരാം, ചിലപ്പോൾ എന്താണ് ഈ ഡോക്ടർ ഇല്ലെന്ന് വരാം. നമുക്ക് ആ ദിവസം നീണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ ആ ഒരു സംഭവം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം മാറ്റി വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനെ അത് താരതമ്യം ബാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഒരു ഉദാഹരണമാണ് അത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു ടൈം മാനേജ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുക, ABC എന്ന് പറയുന്ന ആ ഒരു ലെവലിലോട്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഫസ്റ്റ്, രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടാമത് ചെയ്യുക. നമ്മൾ റൊട്ടീനായിട്ട് നമ്മൾ ചെയ്യുമല്ലോ, കഴിക്കുന്നു, കുടിക്കുന്നു, ഇരിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് ചെയ്യേണ്ടി വരും. അതൊക്കെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അല്ല എന്നതും പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്നും ലെസ് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ B എന്നും, C എന്ന് വെച്ചാൽ ഈ രണ്ടിനും ഇടയിൽ നമുക്ക് റൊട്ടീനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ C എന്നും തരംതിരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടൈം, ഒരു ദിവസത്തെ ടൈം നമ്മൾ എന്ത് ചെയ്യുക, ക്രമീകരിക്കുക. ഫസ്റ്റ് നമ്മൾ അതിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. ഇന്നത്തെ കാര്യം ചെയ്യാതിരുന്നാൽ നാളെ നമ്മൾ അതിനായിട്ട് ദുഃഖിക്കേണ്ടതായി വരും എന്നുകൂടെ ഓർമ്മിക്കുക. നെക്സ്റ്റ് വരുന്നത് എക്സർസൈസ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് എന്താണ്? എക്സർസൈസ് ആണ്. എന്തിനാണ് എക്സർസൈസ് ചെയ്യുന്നത്? എല്ലാവരും നമുക്ക് എക്സർസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മാനസിക അഭിവൃദ്ധി എന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നല്ല ഒരു ഫിറ്റ്നസ് കിട്ടുക, പിന്നെ എന്താണ്, മനസ്സിന് കൂടി കിട്ടും. എക്സർസൈസ് ചെയ്യുന്നതിലൂടെ എന്താണ്, ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെസ് കൂടെ കുറയുമെന്നാണ് പരീക്ഷണ നിരീക്ഷണങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് എക്സർസൈസ് ഇപ്പം നമ്മൾ നിത്യേന കാണുന്നുണ്ട്, എല്ലാ കുട്ടികളും എന്താണ് എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇത്തിരി എല്ലാവർക്കും ആരോഗ്യപരമായിട്ട് മുന്നേറണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു ഇതൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് എക്സർസൈസ് ചെയ്യുമ്പോൾ എന്താണ്, ഫസ്റ്റ് നമുക്ക് സ്ട്രെസ് കുറയാനായിട്ട് സാധിക്കും. എങ്ങനെ? മാനസികമായിട്ടും കുറയാൻ പറ്റും, ശാരീരികമായിട്ടും നമുക്ക് സ്ട്രെസ് കുറയാൻ പറ്റും. എക്സർസൈസ് ഫസ്റ്റ് ഓൺ. സെക്കൻഡ് ഓൺ ഈസ് ഹോബീസ്. എന്താണ്, നമ്മുടെ സ്ട്രെസ്സും ഹോബീസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്തായിരിക്കും ഹോബീസ്? ഇപ്പം ഇപ്പൊ നോക്കുക, എനിക്കിപ്പോ ഭയങ്കരത്ത് ഒരു ജോലി തിരക്കാണ്, അല്ലെങ്കിൽ എനിക്ക് എല്ലാം കൊണ്ട് ഒരു ടെൻഷന്, ജോലി സംബന്ധമായിട്ട് ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഒരു ഹോബി ഉണ്ടെങ്കിൽ, അപ്പൊ ജോലി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഇതിലായിരിക്കും ഞാൻ ജോലി ചെയ്യുന്നത്, അല്ലെ? അതിൽ പലതരത്തിലുള്ള സ്ട്രെസ്സുകളുണ്ട്. നമുക്കാണെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര പിരിമുറുക്കങ്ങൾ ഉണ്ടായുള്ള ദിവസങ്ങളൊക്കെ കാണാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, അതിലൊന്നൊന്ന് റിലാക്സ് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോബി തിരഞ്ഞെടുക്കുക. ചിലപ്പോഴായിരിക്കും മ്യൂസിക് കേൾക്കാനായിരിക്കും ഇഷ്ടമല്ലേ, അരമണിക്കൂർ കിട്ടുന്നുണ്ടെന്ന് വയ്ക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, അരമണിക്കൂറും എന്ത് ചെയ്യുക, മ്യൂസിക് കേൾക്കുക. നമ്മുടെ മനസ്സ് നന്നായിട്ട് എന്ത് ചെയ്യും,
ഫ്രീ ആയി കിട്ടും. ചിലവർക്ക് എന്തായിരിക്കും ഹോബീസ്, പലതരത്തിലുള്ള ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും ചിലവർക്ക് ഹോബീസ്. അരമണിക്കൂർ കളിക്കുക, 1 മണിക്കൂർ കളിക്കുക. അവരുടേതായ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവരെന്ത് ചെയ്യുക, ഹോബീസ് തിരഞ്ഞെടുക്കുക. ചിലവർക്ക് എന്തായിരിക്കും ട്രാവലിംഗ് ആയിരിക്കും. നമ്മളിപ്പോ ഭയങ്കര ദൂരെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ട്രാവലിംഗ് ഒക്കെ ഭയങ്കര മുഷിച്ചിലുണ്ടാക്കുന്ന കാര്യമാണ് അല്ലെ. കുറെ ദൂരെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഒക്കെ ആകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി കൈക്കും കാലിനും പലതരത്തിലുള്ള വ്യായാമങ്ങളുണ്ട് അല്ലെ. കൈയും കാലും ഒക്കെ എന്ത് ചെയ്യുക, പല രീതിയിലോട്ട് മടക്കുക, റിസ്റ്റ് ഒക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ മടക്കുക, ഓടിക്കുക, ഇങ്ങനത്തെ കൈവിരലുകളൊക്കെ കൊണ്ടോ ചെയ്യുന്ന പലതരത്തിലുള്ള എക്സർസൈസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്ട്രെസ് കുറയുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ഇങ്ങനെ ട്രാവലിംഗ് ഒക്കെ ഒന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യുക, പലതരത്തിലുള്ള എക്സർസൈസുകളൊക്കെ ചെയ്ത് നോക്കുക. അല്ലാതെ നിങ്ങൾക്ക് ചിലവർക്ക് എന്താണ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി നല്ല നല്ല ട്രാവലിംഗ് ആണ് ഇഷ്ടമുള്ളവർ എന്ത് ചെയ്യുക, ഇഷ്ടത്തോടെ ട്രാവലിംഗ് ഏർപ്പെടുത്താൻ നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറയും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് പറയുന്നത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഇന്നൊരു എക്സാം ഞാൻ പഠിച്ചു, കണ്ടക്ട് ചെയ്തു, ഞാൻ എഴുതി, എനിക്ക് കുറേയൊക്കെ ഇത്തിരി മിസ്സായി. അപ്പോൾ എൻ്റെ മനസ്സ് ഉടനെ എന്താവാൻ പാടില്ല, നെഗറ്റീവ് അടിക്കാൻ പാടില്ല. നാളത്തെ എക്സാം ഞാൻ പഠിച്ചല്ലോ, പക്ഷെ നാളത്തെ എക്സാം ഇങ്ങനെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ മനസ്സങ്ങ് നമ്മൾ താഴ്ന്നോട്ട് പോയി അല്ലേ. എന്നുവെച്ചാൽ ഇന്ന് ഞാൻ പഠിച്ചത് വന്നില്ലല്ലോ, അപ്പോൾ നാളെ എന്തായാലും ഞാൻ പഠിക്കുന്നത് കിട്ടാൻ പോകുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് എന്താണ്, പകുതിയിലോട്ട് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു താല്പര്യം കുറയും. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് പഠിച്ചില്ലെങ്കിൽ എന്താ, നാളെ ചിലപ്പോൾ ഞാൻ പഠിക്കുന്നത് വന്നിരിക്കാം. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നാളെ പഠിച്ചത് തന്നെ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പോസിറ്റീവ് തിങ്കിങ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഉയർച്ചയിലോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇതെല്ലാം നമുക്ക് എന്ത് കുറയ്ക്കാനാണ്, സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം പല പല നമ്മുടെ അന്ന് ജീവിച്ചിരുന്ന ജീനിയസ് ആയിട്ടുള്ള രാമാനുജൻ, ഐൻസ്റ്റീൻ, ഇവരൊക്കെ പല പല എക്സാമിനേഷനുകളൊക്കെ തോറ്റവരാണ്. മനസ്സിലാക്കി, എല്ലാം ഫസ്റ്റ് റാങ്കുകളിൽ പാസ്സായ ആരുമല്ല ഇവരൊക്കെ. പക്ഷെ നമ്മൾ ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് പല മഹാന്മാരും പല ശാസ്ത്രജ്ഞന്മാരും പല എക്സാമിനേഷനും തോറ്റ് തുന്നം പാടിയ ആൾക്കാരാണ്. പക്ഷെ എന്ത് ചെയ്തു, അവർ നല്ല ഒരു ഉത്സാഹത്തോടെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് അവരെന്ത് ചെയ്തു, ഉയർന്ന നിലകളിലോട്ട് എത്തുകയാണ്. നമുക്ക് ഈ പാഠത്തിൽ 2 മഹാത്മാമാരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ആരൊക്കെയാണ്, രാമാനുജൻ ആൻഡ് ഐൻസ്റ്റീൻ ഈസ് ഫെയിൽഡ് എക്സാമിനേഷൻ. അപ്പൊ ഇതിൽ പറയുന്നുണ്ട്, ഫെയിലുവർ ഈസ് നെവർ ഫൈനൽ ആൻഡ് സക്സസ് ഈസ് നെവർ ആൻ എൻഡ്. മനസ്സിലായില്ലേ, ഒരിക്കലും ഫെയിലുവർ എന്ന് പറയുന്നത് ഒരിക്കലും ഫൈനൽ ആയിട്ടുള്ള കാര്യമല്ല. മനസ്സിലായില്ലേ, നമ്മൾ ഫെയിലുവർ എന്ന് പറയുന്നത്, താഴ്ച അല്ലെങ്കിൽ തോൽവി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ അവസാനമല്ല. എന്താണ്, അതൊരു ആരംഭമാണ്. നമ്മുടെ ജീവിതം സക്സസിലോട്ടുള്ള, വിജയത്തിലോട്ടുള്ള ആരംഭം എന്നാണ് നമ്മുടെ പല മഹാന്മാരും നമ്മളെ തെളിയിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്, ഒരിക്കലും തോറ്റാല്, ഫെയിൽ ആയാലും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ എന്താ തോറ്റുപോയി, ഇതെന്റെ അവസാനമാണ്. ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട്, നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. എല്ലാ നല്ല രീതിയിൽ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് ഈ ക്ലാസ് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിച്ചു നോക്കുക. റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നു എന്നതിനെ ബേസ് ചെയ്തായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ എക്സാമിനേഷന് ഇംഗ്ലീഷൊക്കെ എളുപ്പത്തിൽ ജയിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. എന്ന് വെച്ചാൽ അതിൽ നമുക്ക് കാണാപ്പാഠം കൂടുതലായിട്ട് പഠിക്കാനൊന്നുമില്ല. എല്ലാം മനസ്സിലാക്കി, ഞാൻ പറഞ്ഞില്ലേ, കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ മനസ്സിലാക്കി വച്ചേക്കുക. പാസേജ് രൂപത്തിൽ തരുന്നു, അതിനനുസരിച്ച് നിങ്ങൾ റിപ്ലൈ ചെയ്യുക, ആൻസർ